ഹരി ഓം. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയത്തില് നമ്മള് 6ാമത്തെ ദശകം വരെയുള്ള എല്ലാ ശ്ലോകങ്ങളും അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ 6ാമത്തെ ദശകത്തിലെ 1ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽപദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. നമ്മള് കഴിഞ്ഞ ദശകത്തില് സ്വർണമയമായിട്ടുള്ള ആ ബ്രഹ്മാണ്ടത്തെ പരമാത്മാവ് തന്നെ പിളർന്നിട്ട് അതിൽ നിന്ന് 14 ലോകങ്ങളോട് കൂടിയിട്ടുള്ള ഒരു രൂപം, അതില് ആയിരക്കണക്കിന് കൈകളും ആയിരക്കണക്കിന് കാലുകളും ആയിരക്കണക്കിന് തലകളോടും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വിരാട് സ്വരൂപം അല്ലെ, അതിങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തില് മനസ്സിലാക്കിയത്. അപ്പൊ ഇതില് ആ 14 ലോകങ്ങൾ ആയി നിൽക്കുന്ന ആ ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങൾ ഓരോ ലോകാണ്. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂമിയുടെ അടിയിലുള്ള 7 ലോകങ്ങള്, അതിൽ ഓരോ ലോകങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അർത്ഥം. ഏവം, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെയുള്ളത്. ചതുർദശ ജഗന്മയതാം ഗതസ്യ. ചതുർദശം എന്ന് പറഞ്ഞാൽ 14. ജഗന്മയതാം, ജഗത്തുക്കളായിട്ടുള്ള ലോകങ്ങളായിട്ടുള്ള, ഗതസ്യ പ്രാപിച്ചിട്ടുള്ള. അപ്പോ 14 ലോകങ്ങളോട് കൂടിയിട്ടുള്ള ആ രൂപത്തെ വിരാട് സ്വരൂപം, അതാണ് പറയുന്നത്. പാതാളമീശ തവ പാദതലം വദന്തി. പാതാളം, ഈ ഭൂമിയുടെ അടിയിലുള്ള ഏറ്റവും അടിയിലത്തെ ഒരു ലോകമാണ് പാതാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈശ, ഈശ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്, സർവശക്തനായ ആ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. തവ പാദതലം വദന്തി. തവ നിന്തിരിവടിയുടെ പാദതലം. പാദതലം എന്ന് പറഞ്ഞാൽ പാദത്തിന്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം, നമ്മള് ചവിട്ടി നിൽക്കുന്ന ആ ഭാഗമില്ലേ, അത് പാദതലം. വദന്തി, പാതാളം വദന്തി. ആ പാദത്തിന്റെ ഏറ്റവും അടിയിലുള്ള ആ ഭാഗമാണ് പാതാളം. ഭഗവാന്റെ ആ വിരാട് സ്വരൂപനായിട്ടുള്ള 14 ലോകങ്ങളോടും കൂടിയിട്ടുള്ള ഒരു രൂപം അല്ലെ, ആ എടുത്തിട്ടുള്ള ആ രൂപത്തിന്റെ ആ ഭഗവാന്റെ പാദത്തിന്റെ അടിയിലുള്ള ആ ഭാഗമാണ് പാതാളം. ഭൂമിക്ക് അടിയിലുള്ള ഏറ്റവും അടിയിലത്തെ ലോകമാണ് പാതാളം. പാതാളം എന്ന് പറയുന്നു. പിന്നെ പാദോർധ്വദേശം അഭിദേവരസാതലം തേ. പാദം പ്ലസ് ഊർധ്വം പ്ലസ് ദേശം പ്ലസ് അഭി. ഊർധ്വം പറഞ്ഞ മുകളിലെ, പാദോർധ്വം പറഞ്ഞ പാദത്തിന്റെ മുകളിലെ ആ ഭാഗത്തെ അഭി ആകുന്നു. ദേവ എന്ന് പറഞ്ഞാല് ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്, പ്രകാശ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ആ ഭാഗത്തെ എന്താ പറയാ, രസാതലം ദേ. രസാതലം, ഈ പാതാളത്തിന്റെ തൊട്ട് മുകളിലുള്ള ലോകാണ് രസാതലം. അപ്പൊ ആ പാദത്തിന്റെ മുകളിലുള്ള ആ ഭാഗമാണ് രസാതലം എന്നുള്ള ലോകം. ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങൾ ഓരോ ലോകങ്ങളാണ്. അപ്പൊ രസാതലം എന്നുള്ള ലോകം പാദത്തിന്റെ മുകളിലത്തെ ഭാഗം. പിന്നെ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ഗുൽഫം ഞെരിയാണി, ദ്വയം പറഞ്ഞ രണ്ട് ഞെരിയാണികള്. ഖലു ആണല്ലോ, മഹാതലം 2 ഞെരിയാണികൾ ഏതാണ്? മഹാതലം. ഈ രസാതലത്തിന്റെയും മുകളിലുള്ള ലോകമാണ് മഹാതലം. അത്ഭുതാത്മൻ, അത്ഭുതാത്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്.
അത്ഭുത സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ എന്ന് പറയാണ്. അപ്പോ ഇതില് ആ 14 ലോകങ്ങളോടും കൂടിയിട്ടുള്ള ആ വിരാട് സ്വരൂപത്തെ അതില് പാദത്തിന്റെ ഏറ്റവും അടിയിലുള്ള ചവിട്ടി നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പാതാളം, അതിന്റെ മുകളിലെ രസാതലം എന്ന് പറയുന്നത് പാദത്തിന്റെ മുകളിലുള്ള ഭാഗം, പിന്നെ 2 ഞെരിയാണികള് ഏതാണ് മഹാതലം എന്നും പറയപ്പെടുന്നു എന്ന് പറയാണ്. അപ്പൊ ആ 3 ലോകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.